എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇനി അങ്ങനെയല്ലെങ്കിലും ഭാവിയിൽ സുഖമാകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആണല്ലോ. ഞാനെപ്പോഴും ഭാരതം, നമ്മുടെ അമ്മ, നമ്മുടെ രാജ്യം, അത് ഏറ്റവും സംസ്കാരത്തിൻ്റെ കാര്യത്തിൽ ലോകത്ത് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു രാജ്യമാണ്. അതിൻ്റെ മക്കളായ നമ്മളെല്ലാവരും ഒരേ ചിന്തയിൽ വളരേണ്ടവരാണ്, ഒത്തൊരുമയോടുകൂടി വളരേണ്ടവരാണ്. ജാതി മത ഭേദമന്യേ ഈവൺ ആശയങ്ങൾക്ക് വരെ വ്യത്യാസങ്ങളുണ്ടാവണം തനതായി. പക്ഷെ നമ്മുടെ രാജ്യത്തിനു വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒറ്റക്കൈയായിട്ട് പ്രവർത്തിക്കണം. ഇന്ന് മറ്റ് രാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് വളർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പ് കുറച്ച് കാലമായിട്ട് നടക്കുന്നു. ഇനിയും അത് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തണം. എല്ലാവരുടെയും സഹകരണം. ഇവിടെ ആശയങ്ങൾക്ക് വ്യത്യാസമുണ്ടായിരിക്കാം. ഒരു അമ്മ പെറ്റ മക്കൾക്ക് പലർക്കും പല ആശയങ്ങൾ, പല ഇഷ്ടങ്ങളുണ്ടാവാം. പക്ഷേ അവരുടെ കുടുംബത്തിന് വേണ്ടി അവരൊരുമിച്ച് പ്രവർത്തിക്കും. അതുതന്നെയാണ് നമ്മൾ രാജ്യത്തിലെ ഓരോ ഭാരതീയനും ചെയ്യേണ്ടത് കടമ. പിന്നെ ഇതിന് ഇന്നിവിടുത്തെ നേതൃത്വം വഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബി ഗോപാലകൃഷ്ണൻ വക്കീൽ, അദ്ദേഹം ഇതിന് ഏറ്റവും പ്രാപ്തനായ ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം തൻ്റെ വ്യക്തി ജീവിതത്തിൽ അദ്ദേഹം ചെയ്യുന്നതും എവിടെയൊക്കെ കുഴപ്പങ്ങളുണ്ടോ, ആർക്കെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ, ആർക്കെല്ലാം കംപ്ലൈൻ്റ് ഉണ്ടോ, ഇതെല്ലാം ശരിയാക്കുന്ന നല്ലൊരു തൊഴിലാണ് അദ്ദേഹം ചെയ്യുന്നത് കോടതിയിൽ. അതുതന്നെ അദ്ദേഹം നമ്മളുടെ ജനങ്ങളുടെ ഇടയിൽ, സമൂഹത്തിൻ്റെ ഇടയിൽ, പബ്ലിക്കായിട്ട് അദ്ദേഹം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് നല്ല ചിന്താശക്തിയുണ്ട്, അതിനുള്ള ദൃഢനിശ്ചയമുണ്ട്. അപ്പോൾ അദ്ദേഹം ഇന്നിവിടെ ആരംഭിക്കുന്ന ഈ വികസന മുന്നേറ്റ യാത്രയ്ക്ക് എല്ലാ മംഗളങ്ങളും നേരുന്നു, എല്ലാ വിജയാശംസകളും നേരുന്നു. എൻ്റെ വാക്കുകൾ നിർത്തുന്നു.